എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കോംപ്രിഹെൻഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീ നോട്ട്സിലൂടെ ഒബ്ജക്റ്റീവ് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം ഈ ഒരു കോംപ്രിഹെൻഷൻ ലാസ്റ്റ് എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ ചോദിച്ച പരീക്ഷയിൽ 20 മാർക്കിനായിരുന്നു കോംപ്രിഹെൻഷൻ്റെ ഒരു പാസേജ് തന്നിരുന്നത്. ആ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും 10 ചോദ്യങ്ങളായിരുന്നു വന്നത്. 2 മാർക്ക് വെച്ചുള്ള 10 ചോദ്യങ്ങൾ. അതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ചോദ്യവും മാക്സിമം 3 സെന്റൻസിൽ കൂടുതൽ എഴുതാൻ പാടില്ല. ഇനിയിപ്പോൾ കോംപ്രിഹെൻഷൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. കോംപ്രിഹെൻഷനിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പാസേജിൽ നിന്നും ആ ഒരു ചോദ്യത്തിലുള്ള ഉത്തരം എഴുതുമ്പോഴേക്കിന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. അതിന് പകരം നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ അത് അറ്റംപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ ചോദ്യത്തിലുള്ള ഉത്തരം എഴുതുമ്പോഴേക്കിന് 2 അല്ലെങ്കിൽ 3 സെൻറ്റൻസിനുള്ളിൽ ആ ഒരു ഉത്തരം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. ഓരോ ചോദ്യത്തിനും ഒരു എക്സ്ട്രാ ഒരു സെൻറ്റൻസ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 10 ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേക്കിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കൂടുന്നു. ഈ 2-3 സെൻറ്റൻസ് എന്ന് പറയുമ്പോഴേക്കിന് ഷോർട്ട് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കണം. ഒരിക്കലും ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അത് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നാണ്, ആദ്യം ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഒന്ന് വായിക്കുക. എന്നിട്ടുള്ള ആ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. അതിനുശേഷം പാസേജ് വായിക്കുക. അങ്ങനെ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോക്കസ് കിട്ടും. നിങ്ങൾ എന്താണ് നിങ്ങൾക്കത് കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു പാസേജിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടാവും. അടുത്ത പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ ഒരു പാസേജിൽ ഇല്ലാത്ത പോയിന്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഓൺ ഒപ്പീനിയൻസോ അഡീഷണൽ പോയിന്റ്സോ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഡു നോട്ട് ഇൻക്ലൂഡ് അഡീഷണൽ പോയിന്റ്സ് ഓർ ഒപ്പീനിയൻസ് വിച്ച് ആർ നോട്ട് ഇൻ ദ പാസേജ്. ഈ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും ഓൾറെഡി ആ ഒരു പാസേജിലുണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ടെക്നിക്കൽ മിസ്റ്റേക്ക് വരുത്തിയെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയും ഈ പറയുന്ന കോംപ്രിഹെൻഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സെൻറ്റൻസുകൾ ഷോർട്ട് സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസുകൾ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസിൽ ഒതുക്കിയാലും കാര്യമില്ല. ഷോർട്ട് ആയിട്ടുള്ള 2-3 സെൻറ്റൻസിൽ നിങ്ങൾ ഉത്തരം എഴുതുക. ഇനി നമുക്ക് കുറച്ച് മോഡൽ ആൻസേഴ്സ് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ആൻസർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയ ഒരു മോഡൽ ആൻസർ ആണ്. ഈ പോയിന്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ലെങ്ത് കുറച്ചും കൂടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു മോഡൽ ആൻസർ ആണ്. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഡസ് വാട്ടർ ഇൻസെക്യൂരിറ്റി ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അഫക്ട് വുമൺ ഇൻ ഇന്ത്യ? അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ആൻസർ കോപ്പിയിൽ എങ്ങനെ എഴുതിയേക്ക് നോക്കിയേ. ഫസ്റ്റ് സെൻറ്റൻസിൽ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു തുടക്കമാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വാട്ടർ ഇൻസെക്യൂരിറ്റി വുമനെ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അഫക്റ്റ് ചെയ്യും എന്ന രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ആക്ച്വൽ പോയിന്റ്സിലേക്ക് കടന്നിട്ടുണ്ട്. എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും ഈ വാട്ടർ കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റൂറൽ അല്ലെങ്കിൽ സെമി റൂറൽ ഏരിയാസിലൊക്കെ വാട്ടർ കളക്ട് ചെയ്യാനുള്ള ആ ഒരു റോള് അത് വുമൻ ആണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും അവരുടെ ടൈം നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സേഫ്റ്റി റിസ്കുകൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കാരണം വാട്ടർ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ വുമനെയാണ്, മെന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വുമനെയാണ് കൂടുതൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക് പോയിന്റ്സുകളാണ് വേണ്ടത്. അത് പല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഈ ഒരു ആസ്പിറന്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് വാട്ടർ സ്കാർസിറ്റി ഓൺ വുമൻ? സോഷ്യോ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ വുമനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ സോഷ്യലായിട്ടുള്ള ഒരു ഇഷ്യൂവും നമ്മൾ ഡിസ്കസ് ചെയ്യണം, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. വുമനെ എങ്ങനെ ബാധിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇത് കാരണം പോവർട്ടി ആൻഡ് ഡിപ്രിവേഷൻ്റെ ഒരു എഫക്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പോയിന്റ് ആണ്. അത് കുറേയും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈ പറയുന്ന വാട്ടർ കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവരുടെ ഒരു ഡേയുടെ അല്ലെങ്കിൽ അവരുടെ ഡേയുടെ ഭൂരിഭാഗം സമയവും അവർ ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പോലുള്ള ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അവർ
ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന വാട്ടർ കളക്ഷനിലാണ് അവരുടെ സമയം മൊത്തം പോകുന്നത്. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ പഠനത്തിന് പകരം അവരുടെ സമയം കൂടുതൽ പോകുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ ആക്ടിവിറ്റിക്കാണ്. ഇമ്പാക്ട്സ് ഓഫ് വാട്ടർ സ്കാർസിറ്റി ഓൺ വുമൻ ആർ പോവർട്ടി ആൻഡ് ഡിപ്രിവേഷൻ, thus hampering them to engage in income generating activities, pursue education and thereby trapping them in dependency and marginalization. വളരെ നല്ല രീതിയിൽ ഒരു ഉത്തരം ചെയ്തിട്ടുണ്ട്. സോഷ്യോ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ വളരെ കൺസൈസ് ആയിട്ട് പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിനി പറയുന്നതിന് മുമ്പ് ഈ ആൻസർ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് അറൈസ് ഫ്രം ദി ലാക്ക് ഓഫ് ആക്സസ് ടു സേഫ് വാട്ടർ സോഴ്സസ്. അതായത് സേഫ് ആയിട്ടുള്ള വാട്ടർ സോഴ്സിലേക്കുള്ള ആക്സസ് അവർക്ക് നഷ്ടപ്പെടുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ആംഗിളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ആ ഒരു ചോദ്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് ദ ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് വിച്ച് അറൈസ് ഫ്രം ലാക്ക് ഓഫ് ആക്സസ് ടു സേഫ് വാട്ടർ റിസോഴ്സസ് ആർ വാട്ടർ ബോൺ ഡിസീസസ് സച്ച് എസ് ഡയേറിയ, കോളറ ആൻഡ് ടൈഫോയിഡ്. മോറോവർ പ്രഗ്നന്റ് വുമൻ ആൻഡ് യങ് ചിൽഡ്രൻ ഫേസ് റിസ്ക് ഓഫ് മാൽന്യൂട്രീഷൻ ആൻഡ് മോർബിഡിറ്റി. ഈ 2 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഹെൽത്ത് ഇംപ്ലിക്കേഷൻ എന്ന രീതിയിൽ പാസേജിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും ആ ഒരു ക്വസ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഡസ് വാട്ടർ ഇൻസെക്യൂരിറ്റി എക്സക്കർബേറ്റ് എക്സിസ്റ്റിംഗ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം മൊത്തത്തിലൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വുമനുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ വളരെ കുറവാണ്. ഈ പറയുന്ന വാട്ടർ ഇൻസെക്യൂരിറ്റി കാരണമുള്ള ഇഷ്യൂ എങ്ങനെയാണ് ആ ഒരു ഓൾറെഡി ഉള്ള ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കുറേയും കൂടെ കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു ചോദ്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് വാട്ടർ ഇൻസെക്യൂരിറ്റി എക്സിസ്റ്റിംഗ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ ഈവന്തോ അല്ല അസ് ആണ് കൊടുക്കേണ്ടത്. ആസ് വുമൻ ഇസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ വാട്ടർ മാനേജ്മെന്റ് ഹൗസ് ഹോൾഡ് കെയർസ്. ഇവിടെ ബിക്കോസിന് പകരം ആസ് എ റിസൾട്ട് ദേ ഹാവ് ലിമിറ്റഡ് വോയിസ് ആൻഡ് ഏജൻസി ഇൻ സച്ച് ഡിസിഷൻസ്, thus marginalizing them from participating in broader social and economic spheres. ഒരു ചോദ്യത്തിന് വേണ്ട പോയിന്റുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫ്രെയിം ചെയ്യാമായിരുന്നു. കാര്യം ഇവിടെ ഡിസിഷൻ മേക്കിംഗിന് ശേഷം ആസ് എന്ന് കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ബിക്കോസ് എന്നതിന് പകരം ആസ് എ റിസൾട്ട് ദേ ഹാവ് ലിമിറ്റഡ് വോയിസ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറേം കൂടെ ആൻസർ കുറേം കൂടെ ക്ലിയർ ആയേനെ. അടുത്ത ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ പാസേജിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഹൗ ക്യാൻ ദ ജൽ ജീവൻ മിഷൻ അഡ്രസ് ദി ഇഷ്യൂ ഓഫ് വാട്ടർ സെക്യൂരിറ്റി ഫോർ ഇന്ത്യൻ വുമൻ. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ കൺസൈസ് ആക്കാമായിരുന്നു. കാരണം ഈ ഒരു സെന്റൻസും ടൈമും കൂടെ നോക്കണം. ഇപ്പോൾ 26 മിനിറ്റ് ആണ് മൊത്തം എടുത്തിരിക്കുന്നത്. കോംപ്രിഹെൻഷൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ബിലോ 20 മിനിറ്റ്സ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ കൺസൈസ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും പോയിന്റുകളൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മോഡൽ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കാര്യം കോമ്പറ്റീഷൻ നമ്മൾ കുറച്ചധികം ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.